കടങ്കഥ ശരിക്കും എന്താണ്? കവിതയാണ് കേട്ടോ. മുരിക്കും തയ്യേ നിന്നുടെ ചോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ് സിനിമ പാട്ടുണ്ടത് അല്ലേ? എന്താ ഈ മുരിക്കും തയ്യന്റെ ചോട്ടിൽ മുറുക്കി തുപ്പുക എന്ന് പറഞ്ഞാൽ ആ മുരുക്ക് എന്ന് പറഞ്ഞ ചെടിയില്ലേ, മരം. ആ മരത്തെ മുള്ളുള്ള ഒരു ഇനം മരമാണ് മുരുക്ക്. നിങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല ഇപ്പൊ. അതിന്റെ ചോട്ടില് അതിന്റെ വലിയ ചുവന്ന പൂക്കള് വീണ് കിടക്കും. അതാണ് ചുവന്ന പൂക്കളായത് വലിയ. അതുകൊണ്ടാണ് ഒരു കവി അങ്ങനെ ചോദിച്ചത്, മുരിക്കും തയ്യേ നിങ്ങളുടെ ചൂട്ടിൽ മുറുക്കി തുപ്പിയതാരാണ്. അതൊരു കവിതയാണ്, വേറൊന്നുമില്ല. കറുത്ത പെണ്ണെ കരിങ്കുഴലി നിനക്കൊരുത്തൻ കിഴക്കുദിച്ചു. കറുത്ത പെണ്ണെ കരിങ്കുഴലി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കറുത്ത മുടിയുള്ളവർ, നിനക്കൊരുത്തൻ കിഴക്കുദിച്ചു. എന്താ സംഗതി? സൂര്യൻ. ഇതാണ് കടങ്കഥ, ഇതാണ് കവിത. കവിതയുടെ പ്രാഥമിക രൂപങ്ങളാണ് ഇപ്പൊ. നമ്മളെന്നാല് അതിലേക്ക് പോവുക. അത് താല്പര്യമുള്ളതല്ലേ, ഇഷ്ടമുള്ളതല്ലേ കടങ്കഥ പറയല്? ആരെങ്കിലും ഒരു കടങ്കഥ പറഞ്ഞു തരുമോ? അതേപോലെ ഞാനിപ്പോ ചൊല്ലിയത് പോലുള്ള ഒരു കടങ്കഥ. ഒരു കടങ്കഥ പറയുന്ന ആൾക്ക് ഒരു മുട്ടായി. മണിയടിച്ചാൽ മലമ്പാമ്പോടും. അതിന്റെ ഉത്തരം അത് ഓനൊരു മുട്ടായി എടുത്തു. അതില്ലേ? ആയിക്കോട്ടെ, നീ ഓനെ കൂട്ടുകാരനെ കൊടുക്കണമെങ്കിൽ കൊടുത്തോട്ടെ. അത് ഞാൻ ചോദിച്ചില്ല, ഞാൻ ഒന്നിനെ പറഞ്ഞിട്ടുള്ളൂ. ഏതായാലും എനിക്ക് മിടുക്കൻ. മത്തം കുത്തിയാൽ കുമ്പളം മുളയ്ക്കും. കാണാൻ പറ്റാത്ത നാവ്, കാണാൻ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങോട്ട് വരണം അല്ലേ? ശരി, അടുത്ത ചോദ്യം. ഡീറ്റെയിലേക്ക് പറഞ്ഞു. ദുഃഖത്തിലും ഗമുണ്ടോ? ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ എഴുതി കാണിച്ച ഇത് തമാശ ചോദ്യം. കോമരോ ആവായിരുന്നു പറഞ്ഞില്ലല്ലോ. അടുത്തത് വളരെ ഗൗരവമുള്ള ചോദ്യമാണ് അല്ലേ? പട്ടി കുരയ്ക്കുന്നത് എന്തുകൊണ്ട്? ഉത്തരം പറയരുത്. അറിയാമെല്ലാം കൂട്ടു, ഞാൻ ഇഷ്ടമല്ലോ. ശരി, ഇനി ഇതാ ഈ കൂട്ടത്തിൽ ആര്? ഞാൻ ഒരു ഭക്ഷണമാണ്. എല്ലാരും മനസ്സിലാലോചിച്ച് നോക്കുക. ഒരു മരത്തിന്റെ പേരും ഉപ്പും ഉണ്ട്, പക്ഷെ ഞാനൊരു ഭക്ഷണമാണ്. വളരെ ലളിതല്ലേ? ശരി, ആദ്യത്തെ കളിക്കുന്നേരം അല്ലെങ്കിൽ പുഴയിൽ ഇറങ്ങി ഓടും നേരം വഴുക്കി വീണു ചങ്ങാതി. എല്ലാരും പേനുണ്ടോ? എല്ലാരും ഇല്ല, പോട്ടെ. ഉള്ളവരതൊന്ന് എഴുതി വെച്ചേ. പടി. മഴ പെയ്തിട്ടൻ മുറ്റം ചെറിയൊരു പുഴ പോലായേ ചങ്ങാതി, പുഴയിലിറങ്ങി തോടും നേരം വഴുക്കി വീണു ചങ്ങാതി, പുഴയിലിറങ്ങി തോടും നേരം വഴുക്കി വീണു ചങ്ങാതി, വഴുക്കി വീണിട്ടെന്നുടെ കൈതൻ പുഴ തെറ്റിപ്പോയി ചങ്ങാതി. ചെറിയ ഭാവൻ. വഴുക്കി വീണിട്ടെന്നുടെ കൈതൻ പുഴ തെറ്റിപ്പോയി ചങ്ങാതി. അത് എഴുതിയോ? ഇനി എന്താ സംഭവിക്കാന്നുണ്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. ആ വരികൾ സ്വന്തം ഉണ്ടാവും. പുഴയിറങ്ങി ഓടും നേരം വഴുക്കി വീണു ചങ്ങാതി, വഴുക്കി വീണിട്ടെന്നുടെ കൈതൻ പുഴ തെറ്റിപ്പോയി ചങ്ങാതി, വേദന കൊണ്ട് കരഞ്ഞു കണ്ണീർ പറ്റി ചങ്ങാതി. മഴ പെയ്തിട്ടൻ മുറ്റം ചെറിയൊരു പുഴ പോലായേ ചങ്ങാതി, പുഴയിലിറങ്ങി ഓടും നേരം വഴുക്കി വീണു ചങ്ങാതി, വഴുക്കി വീണിട്ടുടെ കൈകൾ പുഴ തെറ്റിപ്പോയി ചങ്ങാതി, പുഴ തെറ്റിയ കൈകൾ കണ്ടമ്മ വഴക്കു പറഞ്ഞു ചങ്ങാതി. പുഴ തെറ്റിയ കൈകൾ കണ്ടമ്മ വഴക്കു പറഞ്ഞു ചങ്ങാതി. ഇത് അപ്പടി നോക്കി കൊടുക്കേണ്ടിയാണ്. ഒന്നും എടുത്തായോ? നമുക്ക് ഇനിയും ഇത് അപ്പടി നോക്കി കൊടുക്കേണ്ടിയാണ്.
ഒന്നും എടുത്തായോ? ആ നമുക്ക് ഇനിയും കളിക്കുന്നേരം അല്ലെങ്കിൽ പുഴയിൽ ഇറങ്ങി ഓടും നേരം വഴുക്കി വീണു ചങ്ങാതി. എല്ലാരും പേനുണ്ടോ എല്ലാരും? ഇല്ല, ഇല്ല, പോട്ടെ പോട്ടെ പോട്ടെ. ഉള്ളവരതൊന്ന് എഴുതി വെച്ചേ, ഉള്ളവരതൊന്ന് എഴുതി വെച്ചേ. പടി. മഴ പെയ്തിട്ടൻ മുറ്റം ചെറിയൊരു പുഴ പോലായേ ചങ്ങാതി, പുഴയിലിറങ്ങി തോടും നേരം വഴുക്കി വീണു ചങ്ങാതി, പുഴയിലിറങ്ങി തോടും നേരം വഴുക്കി വീണു ചങ്ങാതി, വഴുക്കി വീണിട്ടെന്നുടെ കൈതൻ പുഴ തെറ്റിപ്പോയി ചങ്ങാതി. ചെറിയ ഭാവൻ. വഴുക്കി വീണിട്ടെന്നുടെ കൈതൻ പുഴ തെറ്റിപ്പോയി ചങ്ങാതി. അത് എഴുതിയോ? ഇനി എന്താ സംഭവിക്കാന്നുണ്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. ആ വരികൾ സ്വന്തം ഉണ്ടാവും. പുഴയിറങ്ങി തോടും നേരം വഴുക്കി വീണു ചങ്ങാതി, വഴുക്കി വീണി പെണ്ണുടെ കൈതൻ പുഴ തെറ്റിപ്പോയി ചങ്ങാതി, വേദനമെന്റെ മനസ്സിലെത്തി ചങ്ങാതി, ചെറുതാണെന്നാൽ അരിയും സോപ്പാൽ കഴുകി കളഞ്ഞു ചങ്ങാതി. മരുന്ന് വെച്ചു ചങ്ങാതി. ഓടും അവസാനത്തെ വരി എന്ത്? ഓടും നേരം കൈ മുറിഞ്ഞൻ മരുന്ന് വെച്ചു ചങ്ങാതി. ആയിക്കോട്ടെ, ഓളെ ഒരു വെർഷനാണ്. നമുക്ക് ഈ ഇതാ കേൾക്കേ. വമ്പൻ വയറുള്ള ആനക്കൊമ്പൻ, വമ്പൻ ചെവിയുള്ള ആനക്കൊമ്പൻ, വമ്പൻ തുമ്പിയുള്ള ആനക്കൊമ്പൻ അല്ലേ? അതിലൊരു പാട്ടില്ലേ? എന്താ പാടിയത്? അമ്പമ്പമ്പൂ വമ്പൻ ഒരു ആനക്കൊമ്പൻ, വമ്പൻ കൈയുള്ള ആനക്കൊമ്പൻ, വമ്പൻ വയറുള്ള ആനക്കൊമ്പൻ, വമ്പൻ ചെവിയുള്ള ആനക്കൊമ്പൻ. 2 ഒരാളെ കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടുന്നവരെ മെല്ലെ അങ്ങോട്ട് കൊണ്ട് നിൽക്കണം. വർത്താനം പറഞ്ഞുകൊണ്ട് ആംഗ്യം മാത്രം, വിശേഷങ്ങളെല്ലാം ചോദിക്കാം. ചാടി കളിക്കുക. 3 അല്ല 5 പറഞ്ഞ് 5 എപ്പോഴും പറയാ. അപ്പൊ പ്രതിമ പോലെ നിക്കണം. അന്ന് നിന്ന നിപ്പ് 5 പറഞ്ഞത്. ഇപ്പൊ 1 അതാരാ ശബ്ദം ഉണ്ടാക്കുന്നത്? ശബ്ദം ഉണ്ടാക്കരുത്. 1 നടത്തിയ മാത്രം ഒച്ചയുണ്ടാക്കരുത്. 2 അതൊന്നും ഒച്ച വേണ്ട, വെറുതെ അങ്ങനെ ചോദിക്ക, കൈ കൊണ്ടല്ലേ ചോദിക്ക. 1 ഞാൻ പറയുന്നത് ശരിക്കും കേൾക്കണേ. 1 3 1 4 2 ഷെയ്ക്കാൻ 5 ഇളകൊന്നും ചെയ്യരുത്, ഇളകൊന്നും ചെയ്യരുത്. ആ നിപ്പ് നിക്കണം. 1 2
എന്ന് പറയുമ്പോ തൊട്ട് മുന്നിൽ കാണുന്നവർക്ക് 2. ഇനി ആ 3 എന്ന് പറയുമ്പോ തുടർന്ന് വേറെ ആള് തുടർന്ന് 4. കേട്ടാ ഇതായിരിക്കണം. ഞാൻ മാത്രമേ ഉണ്ടാവേ. ഈ വേറൊരാളെ തൊട്ട് പിടിച്ച് കളിക്കുന്നു ആന്നില്ല കേട്ടോ. ഈ നടന്ന എല്ലാ ക്യാമ്പും വളരെ മനോഹരമായി ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുകയും ഞങ്ങളെ മനസ്സിലാക്കി പഠനത്തോടൊപ്പം തന്നെ പഠനേതര പ്രവർത്തനങ്ങളിലും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഫോണും ടിവിയും എല്ലാം ഒഴിവാക്കാൻ പറ്റി. ഞങ്ങൾക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്.